ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളായ എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷകൾ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. അതേസമയം കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതാദ്യമായാണ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഇതുവരെ ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു നൽകിയിട്ടില്ല. അന്വേഷണത്തിന്റെ ഗൗരവമായ ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം നൽകാൻ സാധ്യതയില്ല. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് CPM നേതാവ് കൂടെയായ എ പത്മകുമാറിന്റെ അടുത്ത നീക്കം. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും എ പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നു. ശബരിമലയിലെ എല്ലാ സംഭവങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്നതാണ് പത്മകുമാറിന്റെ വാദം. മറ്റു ബോർഡ് അംഗങ്ങളും അറിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നും പത്മകുമാർ ചോദിച്ചിരുന്നു. നിലവിൽ ദ്വാരപാലക ശില്പക്കേസിലെ ജാമ്യാപേക്ഷയാണ് നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുക. അതേസമയം പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് കാലാവധിയും നീട്ടിയേക്കും. എ പത്മകുമാറിന്റെ അറസ്റ്റോടെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന ആശങ്കയിലാണ് സർക്കാർ ഉള്ളത്. കേസിൽ അവസാനമായി അറസ്റ്റിലായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം 14 ദിവസത്തേക്ക് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ജനം, കൊല്ലം.